അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു മധുരമാണ്. സേമിയയും ഫ്രൂട്ട്സും വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 1/4 കപ്പ് സേമിയയും കൂടി ചേർക്കണം. എൻ്റെ കയ്യിലുള്ളത് വറുത്ത സേമിയാണ്. അപ്പോൾ വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഈ സേമിയ നന്നായിട്ട് വെന്ത് വരണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സേമിയ വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. അതായത് നമ്മൾ പായസത്തിനൊക്കെ കുക്ക് ചെയ്യില്ലേ, അതുപോലെ ആവട്ടെ. ജസ്റ്റ് സേമിയ ആവശ്യത്തിന് പാകത്തിന് വെന്താൽ മാത്രം മതി. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാൽ അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണം. പാല് തിളച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ സൈഡിലേക്കൊക്കെ വരും. അതൊക്കെ അപ്പോൾ തന്നെ നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ അങ്ങ് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിയും. അപ്പോൾ ഈ പാലിൻ്റെ ടേസ്റ്റ് മാറും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോൾ പാല് ഒരുപാട് വറ്റിപ്പോയി സേമിയ വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ കറക്റ്റ് അളവ് നോക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സേമിയ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. സേമിയ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഈ സമയത്തായാലും നിങ്ങൾക്ക് ഇത് ഒരുപാട് വറ്റിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. ഞാൻ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മളിത് തണുപ്പിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ച് മധുരം കുറയുന്ന പോലെ തോന്നും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. ജസ്റ്റ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര അതിനകത്തൊന്ന് അലിയണം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മിക്സായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് പിസ്ത ഫ്ലേവറാണ് കേട്ടോ. പിസ്തയും ഏലക്കയും കൂടിയുള്ളൊരു ഫ്ലേവറാണ്. ഇതുപോലുള്ള ഫ്ലേവേഴ്സ് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിസ്ത, മാംഗോ, സ്ട്രോബെറി, റോസ് മിൽക്ക്, അങ്ങനെ പല ഫ്ലേവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ ഈ ഡെസേർട്ടിന് ഏറ്റവും നല്ലത് പിസ്തയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പിസ്തയും ഏലക്കയും കൂടി വരുമ്പോൾ. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട. ഒരു 3-4 തുള്ളി ചേർത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ പിസ്ത ഫ്ലേവർ മാത്രമാണുള്ളതെങ്കിൽ അതും ചേർത്ത് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്താൽ മതി. പിസ്ത ചേർക്കുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഈ ഡെസേർട്ടിൻ്റെ പ്രത്യേകത. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 3-4 ഡ്രോപ്പാണ് ഞാൻ ചേർത്തത്. ആദ്യം കുറച്ച് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൂടുതൽ വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതിൻ്റെ ചൂട് മാറാനായിട്ട് വെക്കാം. ചൂട് മാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് സെറ്റ് ആവാനൊന്നുമില്ല. ജസ്റ്റ് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിൽ ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ, ഒരു ആപ്പിൾ, പിന്നെ ഒരു ഏത്തപ്പഴം. ഇതിനകത്ത് ആപ്പിളും ഏത്തപ്പഴവും ചേർക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഫ്രൂട്ട് സാലഡിലൊക്കെ ആയാലും ആപ്പിളും ഏത്തപ്പഴവും ചേർക്കുന്നതാണ് മെയിനായിട്ടുള്ള ടേസ്റ്റ്. ബാക്കി ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ മതി. നാരങ്ങാനീര് ഒഴിക്കുമ്പം ആപ്പിൾ കറുത്ത് പോകത്തില്ല. അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പ് വരുമ്പം നല്ല ടേസ്റ്റുമാണ് ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതെ, സേമിയയും ഫ്രൂട്ട്സും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ സെർവ് ചെയ്യാം. ഈ ഫ്രൂട്ട്സ് എല്ലാം സേമിയയിലോട്ടിട്ട് ഫുള്ള് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ബൗളിൽ ലെയർ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ കുറച്ച് സേമിയ, ആ രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിന്ന് ഇതുപോലൊരു ഗ്ലാസ്സിൽ ലെയർ ചെയ്താണ് എടുക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സേമിയ ഒഴിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. മുകളിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഭംഗിക്കായിട്ട് മാത്രം. പിന്നെ കുറച്ച് ചെറി കട്ട് ചെയ്തത്. പിന്നെ നട്ട്സ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് മാത്രം കുറച്ച് ഇട്ടിട്ടുണ്ട്. പിസ്തയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം പിസ്ത ഫ്ലേവറിലുള്ള സേമിയാണല്ലോ. അപ്പോൾ അത് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്.
ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഒരു പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നേക്കാളും കുറഞ്ഞ സമയത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ അത്ര ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.